പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസ ലഭിച്ച പ്രവാസി രാഷ്ട്രഗാനം രചിച്ചത് ഒരു മലയാളിയാണ്. പത്തനംതിട്ട പന്തളം സ്വദേശിയായ അധ്യാപകൻ ഡോക്ടർ ആനന്ദരാജാണ് സംസ്കൃത ഗാനത്തിന്റെ രചയിതാവ്. ഒഡീഷയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പ്രവാസി ഭാരതീയ ദിവസ് പരിപാടിയിലാണ് ഗാനാവതരണം നടന്നത്. ഗാനം ശ്രവിച്ച ശേഷം വേദിയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി പ്രശംസ അറിയിച്ചിരുന്നു. ഭാരതം വിശ്വഗുരുവായി മാറണം. ഭാരതാംബയുടെ ആലിംഗനം ലോകമെങ്ങും പകരുമെന്ന സന്ദേശം. ലോകത്ത് എവിടെയായാലും ഭാരതീയർ ഒന്നാണെന്ന തിരിച്ചറിവ്. പ്രവാസി ഭാരതീയരെ ഒന്നിപ്പിക്കുന്ന പ്രബോധനം. രാഷ്ട്രഭക്തി വിളിച്ചോതുന്ന സംസ്കൃത വരികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസ്വദിച്ചു കേട്ടു. വരികളിലെ ദേശീയതയുടെ ശക്തിയെ അദ്ദേഹത്തിന് അനുഭവവേദ്യമായി. ഗാനാവതരണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്കൃതവും ഹിന്ദിയും ചേർന്ന പ്രവാസി രാഷ്ട്രഗാനത്തെ പ്രശംസിച്ചത് ഇങ്ങനെ: जो स्वागत गान हुआ, मुझे पूरा विश्वास है कि ये स्वागत गान भविष्य में भी दुनिया में जहां जहां भारतीय समुदाय के कार्यक्रम होंगे उसमें जरूर उसको बार बार बजाया जाएगा. बहुत बहुत बधाई रिकी. आपकी टीम ने बहुत ही सुंदर तरीके से एक प्रवासी भारतीय की भावना को अभिव्यक्त किया है. बधाई हो आपको. പ്രവാസി രാഷ്ട്രഗാനത്തിന് പ്രധാനമന്ത്രിയുടെ പ്രശംസ ലഭിച്ചു എന്ന് മാത്രമല്ല, ഇനിയുള്ള പ്രവാസി രാഷ്ട്ര പരിപാടികളിലെല്ലാം ഈ ഗാനം ആലപിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി അംഗീകരിച്ച പ്രവാസി രാഷ്ട്രഗാനത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഒരു മലയാളിയാണെന്നതിൽ കേരളീയർക്കും അഭിമാനം. പന്തളം NS കോളേജിലെ സംസ്കൃത അധ്യാപകനായ ഡോക്ടർ ആനന്ദരാജാണ് വരികൾ ചിട്ടപ്പെടുത്തിയത്. 1 മണിക്കൂർ കൊണ്ടായിരുന്നു രചന. ഗ്രാമി പുരസ്കാര ജേതാവായ റിക്കി കേജാണ് സംഗീതം നൽകിയത്. തന്റെ വരികളിലെ ദേശീയത പ്രധാനമന്ത്രി അംഗീകരിച്ചതിന്റെ സന്തോഷം ഡോക്ടർ ആനന്ദരാജിന്റെ വാക്കുകൾ ഇങ്ങനെ: കണ്ടെത്താൻ കഴിഞ്ഞു. അത് സമയത്തിന് നമുക്ക് വളരെ ചുരുങ്ങി 1 മണിക്കൂറിനുള്ളിലാണ് അത് ചെയ്തു കൊടുക്കേണ്ടി വന്നത്. ഏറ്റവും വലിയ കാര്യം ഇത് അദ്ദേഹം അത് കേട്ടു, ശരിക്കും കേട്ടു, അതിൻ്റെ അർത്ഥമറിഞ്ഞ് പിന്നെ അതിന് അംഗീകാരം കൊടുത്തു. ഇന്ന് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ സന്ദേശം അതിലുണ്ട്. ലോകത്തിനുള്ള ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യത്തിനുള്ള വിശേഷം ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള സന്ദേശം അതിനകത്തുണ്ട്. വ്യക്തിപരമായ സന്തോഷം എനിക്കുണ്ട്. വലിയ കാര്യമാണ്. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരി, രാഷ്ട്രത്തലവൻ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ കിട്ടുക, അംഗീകാരം കിട്ടുക, അത് ഇനിയും പ്രവാസികൾക്കുള്ള അല്ലെങ്കിൽ പ്രവാസി സമ്മേളനങ്ങളിലൊക്കെ ഇത് സ്വാഗതഗാനമായിട്ട് മാറും എന്ന് അദ്ദേഹം ആശീർവദിക്കുക. വലിയ കാര്യം തന്നെയാണത്. വിശേഷം ഇതിന്റെ സംഗീതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തവർ വളരെ ഭദ്രമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. മീമാംസ, ഭാരതീയ ജ്ഞാനവ്യവസ്ഥ, വേദപഠനങ്ങൾ തുടങ്ങിയവയിൽ ഗവേഷകനാണ് ഡോക്ടർ ആനന്ദരാജ് ജി. അധ്യാപനത്തോടൊപ്പം വിവിധ ഭാഷകളിൽ രചനാ വൈഭവത്തിലും മികവ് പുലർത്തുന്ന ഡോക്ടർ ആനന്ദരാജ് സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.